Hello everyone. In this lecture, we will discuss about what is meant by don't care conditions in K-map simplifications, and we will see few examples on don't care cases. Okay. So for certain input combinations, the value of the output is unspecified either because the input is invalid or the output value is not significant. So ചില കേസുകളിൽ നമുക്ക് ഔട്ട്പുട്ട് ഒരു പെർട്ടിക്കുലർ കോമ്പിനേഷൻ ഒരു പെർട്ടിക്കുലർ ഇൻപുട്ട് കോമ്പിനേഷനുള്ള ഔട്ട്പുട്ട് ചിലപ്പോൾ തന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കില്ല. അതായത് മൊത്തം ഫംഗ്ഷനെ എഫക്റ്റ് ചെയ്യുന്നതായിരിക്കില്ല ആ ഒരു പെർട്ടിക്കുലർ ഇൻപുട്ട് കോമ്പിനേഷൻ. സോ അങ്ങനത്തെ കോമ്പിനേഷൻ നമ്മൾ എടുക്കാറില്ല, അല്ലെങ്കിൽ അത് നമ്മൾ ഒരു കെയർ ചെയ്യാറില്ല. So the combinations of the input for which the values of the expression are not specified are called don't care combinations. So specified ആയിട്ടല്ലാത്ത കേസുകളെ don't care എന്ന് പറയും, and denoted by d, x or phi. ചിലർ ഡി എന്ന് ഡോണ്ട് കെയർ ഡി എന്ന് വെച്ചിട്ടാവും, ചിലർ ക്രോസ് എന്നുള്ള രീതിയിൽ വെച്ചിട്ടാവും, ചിലർ ഫൈ എന്നുള്ളതെന്നുള്ള രീതിയിൽ അങ്ങനെ ആയിരിക്കാം റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. സോ ഇതിൽ ഏത് തരത്തിൽ വേണമെങ്കിലും ഡോണ്ട് കെയർ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സോ നമുക്ക് യൂസ്ഫുൾ അല്ലാത്ത ഒരു സംഭവത്തിനാണ് ഡോണ്ട് കെയർ എന്ന് പറയുന്നത്. പക്ഷെ അത് നമ്മൾ അഡ്വാൻറ്റേജ് ആയിട്ടാണ് നമ്മളത് സിംപ്ലിഫിക്കേഷനിൽ എടുക്കുക, നമ്മളുടെ യൂസിന് വേണ്ടിയിട്ടാണ് ഡോണ്ട് കെയറിനെ എടുക്കുന്നത്. സോ ഫോർ SOP മാപ്പ് ഡോണ്ട് കെയർസ് ആർ ട്രീറ്റഡ് ആസ് വൺ കണ്ടീഷൻ ഉണ്ട്, ഇഫ് ഇറ്റ് ഹെൽപ്സ് ഇൻ റിഡക്ഷൻ, എൽസ് ട്രീറ്റഡ് ആസ് 0 ആൻഡ് ഈസ് ലെഫ്റ്റ് അലോൺ. അതായത് SOP സിംപ്ലിഫിക്കേഷനിൽ ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റനിൽ അല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്ന സിംപ്ലിഫിക്കേഷൻ ഫംഗ്ഷനിൽ ഡോണ്ട് കെയറുകൾ വരുന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് 1 ആയിട്ട് എടുക്കാം. എങ്ങനെയാണെങ്കിൽ നമ്മളുടെ സിംപ്ലിഫിക്കേഷൻ അത് സഹായിക്കുകയാണെങ്കിൽ, അതായത് ഒരു വലിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ 1 ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒഴിവാക്കി കളയാം, 0 ആയിട്ട് ഉപയോഗിക്കേണ്ട. ഓക്കെ, അത് SOPയുടെ കേസിൽ 1 ആക്കുക. നേരെ POSലാണെങ്കിൽ എന്താക്കാം, അത് 0 ആയിട്ട് എടുക്കാം, സിംപ്ലിഫിക്കേഷനെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ മാത്രം. ഓക്കെ, സോ ഡോണ്ട് കെയർ അതാണ് ശ്രദ്ധിക്കേണ്ടുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക, വലിയൊരു ഗ്രൂപ്പ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അല്ലാണ്ട് വെറുതെ ഡോണ്ട് കെയറുകൾ പിടിച്ചിട്ടൊരു ഗ്രൂപ്പ് ഒന്നും ഉണ്ടാക്കാൻ നിൽക്കരുത്, അല്ലെങ്കിൽ അനാവശ്യമായിട്ടൊരു ഗ്രൂപ്പ് വെറുതെ ഫോം ചെയ്തു. ഓൾറെഡി സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് ഒരു ഡോണ്ട് കെയറിനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പിന്നെ ഡോണ്ട് കെയറുകൾ വെച്ചിട്ട് ഗ്രൂപ്പ് ചിലവർ ഉണ്ടാക്കാറുണ്ട്, അതും ചെയ്യേണ്ട കാര്യമില്ല, മിസ്റ്റേക്കാണ്. സോ എക്സാമ്പിൾ ജസ്റ്റ് നോക്കാം, അതിൽ നിന്ന് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. സോ 2 കേസിലും നോക്കാം, അതായത് SOPയിലും നോക്കാം, POSയിലും നോക്കാം. ഫസ്റ്റ് വിൽ go with SOP expression. So simplify y equal to sigma m 1, 5, 6, 12, 13, 14. അതാണ് അതിലത്തെ നോർമൽ കേസുകൾ, അതായത് 1 ആണ് എന്ന് ഉറപ്പുള്ള കേസുകൾ, പ്ലസ് d of 2, 4. അതിന്റെ അർത്ഥം എന്താ, ഡോണ്ട് കെയർസ് ആണ് ഏതൊക്കെ, 2ഉം 4ഉം. സോ 2ലും 4ലും നമുക്ക് തൽക്കാലം ഇവിടെ d എന്നുള്ള രീതിയിൽ തന്നുകൊണ്ട് d എന്ന് വെച്ചിട്ട് എഴുതാം, അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം. സോ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മളുടെ 0, 1, 2. 2ൽ എന്തിട്ടു, D2, 3, 4, 4ലും D2. സോ ഈ 2 പേരും നമ്മളുടെ ഡോണ്ട് കെയറുകളാണ്. സോ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാം എന്നുള്ള രീതിയിലുള്ള സാധനങ്ങളാണ്. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ സിംപ്ലിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഡിയും ഉപയോഗിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി എങ്ങനെയൊക്കെ ഉള്ളൂ. ഒന്നിപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം 2ന്റെ, പിന്നെ ഇവിടെ ഒരു 2ന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കാം, പിന്നെ ഇവിടെ ഒരു 2ന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കാം. സോ 3 2ന്റെ ഗ്രൂപ്പുകളാണ് ഏത്, ഡീനൊന്നും കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ള കേസിലാണെങ്കിൽ വരുന്നത്. ഇനി വേണമെങ്കിൽ എനിക്ക് ഇപ്പോൾ ഈ D1 ആക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരം ഒന്നും ഉണ്ടാകുമ്പോൾ, കാരണം ഇത് വെച്ചിട്ട് തന്നെ ഇതിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും, പിന്നെ ഇതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. പക്ഷേ ഇവിടെ ഞാൻ ഈ ഡീനെ 1 ആക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ഉപകാരമുണ്ട്, കാരണം ഇതിപ്പോൾ ഒരു 3ന്റെ ഗ്രൂപ്പ് മാറിയിട്ട് എന്താവും, 4ന്റെ ഗ്രൂപ്പ് ആവും, ഇവിടെ തന്നെ ആവും. അതേപോലെ ഓക്കെ, പിന്നെ ഇവിടെ വേണമെങ്കിൽ എനിക്ക് മാപ്പ് റോളിംഗ് രീതിയിൽ 4ന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കാം. സോ ഞാനത് ഡീനെ 1 ആയിട്ട് കൺസിഡർ ചെയ്യണം. സോ എനിക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാം, പിന്നെ മാപ്പ് റോളിംഗ് വഴി ഇങ്ങനെയും ഒരു വലിയ ഗ്രൂപ്പായി. നേരത്തെ ഒക്കെ അത് രണ്ടും എന്തിൻ്റെ ഗ്രൂപ്പായിരുന്നു, വെറും 2ന്റെ ഗ്രൂപ്പുകളായിരുന്നു. പക്ഷെ ഇപ്പം അതെനിക്ക് എന്ത് മാറ്റി, 4ന്റെ ഗ്രൂപ്പായിട്ട് ഉപയോഗിക്കാം. ഇത് ആണ് പിന്നിലുള്ള പോസിബിലിറ്റി. ഈ ഒരു ഡി കൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല, കാരണം ഇവിടെ ഇനി ഒരു ഗ്രൂപ്പിന്റെ ആവശ്യം വരുന്നില്ല, കാരണം ഇത് ഓൾറെഡി ഗ്രൂപ്പ്ഡ് ആണ്. സോ ഇതാണ് ഡോണ്ട് കെയർ, നമുക്ക് ആവശ്യം ഉള്ളിടത്ത് ഉപയോഗിക്കാം. ഇവിടെ അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ 2 4ന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റി. സോ അതിനെ വെച്ച് ഞാൻ ഗ്രൂപ്പ് ഫോം ചെയ്തു. ഇനി ജസ്റ്റ് ഇക്വേഷൻ എഴുതണമെന്ന് മാത്രം, സാധാരണത്തെ കേസിൽ എഴുതുന്ന പോലെ SOP എക്സ്പ്രഷൻ എഴുതുന്നു. സോ ഇവിടെ ഈ ആദ്യത്തെ 2ന്റെ കേസിൽ എഴുതുകയാണെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 0, 0, 0, 1. അപ്പം എന്താ, A കോംപ്ലിമെന്റ്. ഇനി ഇവിടെ 0, 1, C കോംപ്ലിമെന്റ് D, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, A കോംപ്ലിമെന്റ് C കോംപ്ലിമെന്റ് D. പിന്നെ ഈ 4ന്റെ ഗ്രൂപ്പ് അതിൽ 0, 1, 1, 1, അപ്പോൾ 1 ആണ് B. മേലെ 0, 0, 0, 1, 0, B C കോംപ്ലിമെന്റ്, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, B C കോംപ്ലിമെന്റ്. അതേപോലെ ഇതിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ B
മേലെ 0000. അപ്പോൾ അതാണ് ഡി കോംപ്ലിമെന്റ്, ബി ഡി കോംപ്ലിമെന്റ്. അത്രയാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡോൺ കെയറിനെ 1 ആയിട്ട് എടുക്കാം. ഏതിൽ SOP ആയിരുന്നു. അപ്പോൾ ഇനി POS ആണെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ അത് 0 ആയിട്ട് എടുക്കാം. അപ്പോൾ അടുത്ത എക്സാമ്പിൾ POS നോക്കാം. സോ സിംപ്ലിഫൈ y ഈക്വൽ ടു പൈ ഓഫ് 6789. അതാണ് അവിടുത്തെ 0 എന്ന ഉറപ്പുള്ള സാധനങ്ങൾ. ഈ POS ആണ്ട് ഇൻറ്റു എന്ന രീതിയിൽ കാണിക്കുക. ഡോട്ട് എക്സ് ഓഫ് 10, 11, 12, 13, 14, 15. സോ എക്സ് നേരത്തെ ഡി വെച്ച് കാണിച്ചു, ഇവിടെ എക്സ് വെച്ച് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിലൊന്നും പ്രത്യേകിച്ച് സിഗ്നിഫിക്കൻസ് ഇല്ല. എക്സ് ഡി ആവും 5 ആവാം, എന്തായാലും ഡോൺ കെയർ എന്നുള്ളതാണ് മീനിങ്. സോ അത് ഞാൻ മാപ്പിൽ ഫില്ല് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെയാണ് വരിക. സോ 6 ഡോൺ കെയറും നമ്മളുടെ 4 ഇതും കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ ഇനി ആവശ്യം നോക്കിയിട്ട് നമുക്കിവിടെ സിംപ്ലിഫിക്കേഷന് വേണമെങ്കിൽ എടുക്കാം. സോ ഇത് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ എന്താണ്, ഡോൺ കെയറുകളാണ്. സോ ഇതിപ്പോൾ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു 2ന്റെ ഗ്രൂപ്പും ഇങ്ങനെ ഒരു 2ന്റെ ഗ്രൂപ്പാണ് എനിക്ക് പോസിബിൾ. സോ 2 ഗ്രൂപ്പ് വെച്ചിട്ട് എല്ലാത്തിനും ഒഴിവാക്കാം, പക്ഷേ 2ന്റെ ഗ്രൂപ്പാണ്. ഇനി ഇപ്പൊ ഇതൊക്കെ ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു 8ന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കാം. സോ ഒരു വലിയ ഗ്രൂപ്പ് അവിടെ ഫോം ചെയ്യാം. അതേപോലെ ഇവിടെ എത്ര, ഒരു 4ന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കാം. സോ അഡ്വാൻറ്റേജ് ആണ്. സോ വേണമെങ്കിൽ അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, എല്ലാ ഡോൺ കെയറിനെയും യൂസ് ചെയ്യാം. സോ ഒരു 8ന്റെ ഗ്രൂപ്പ് ഫോം ചെയ്തു. 8ന്റെ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് 2/3 ആണ്. 3 വേരിയബിൾ ഒഴിവും, ഒറ്റ സാധനം വരില്ല അതിന്റെ റെപ്രസെന്റേഷനിൽ. 4ന്റെ ഗ്രൂപ്പ് എഴുതാം. സോ അതിന്റെ ഇക്വേഷൻ വരിക ഇതിൽ നോക്കുകയാണെങ്കിൽ എയുടെ ടേമിൽ 1 ആണ് വാല്യൂ. 1 ആണ് വാല്യൂ എങ്കിൽ നമുക്കറിയാം ഇത് POS ആണ്, കോംപ്ലിമെന്റ് ആണ്. സോ എ കോംപ്ലിമെന്റ്, അതാണ് അതിലത്തെ ടേം വരുന്നത്. അടുത്ത് ഇതിന്റെ ഗ്രൂപ്പിൽ നോക്കുമ്പോൾ 0, 1, 1, 1. ഇപ്പോൾ രണ്ടാമത്തെ 1, അതായത് ബിയുടെ അവിടെ നിൽക്കാന്ന് പറഞ്ഞാൽ ബി കോംപ്ലിമെന്റ് പ്ലസ് എന്താണെന്നുള്ളത് 1, 1, 1, 0. 1 നിൽക്കേണ്ട ആദ്യത്തെ സി കോംപ്ലിമെന്റ്. സോ ബി കോംപ്ലിമെന്റ് പ്ലസ് സി കോംപ്ലിമെന്റ്. സോ അത്രയാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ SOPയിൽ ഡോൺ കെയറിനെ 1 ആയി കൺസിഡർ ചെയ്യാം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ POSൽ ഡോൺ കെയറിനെ 0 ആയി കൺസിഡർ ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്, നമ്മളുടെ എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത്രയാണ് നമ്മുടെ KMAP സിംപ്ലിഫിക്കേഷനെ പറ്റിയിട്ട് വരുന്നുള്ളൂ. സോ താങ്ക് യു.